നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദർശം നിങ്ങൾ മനസ്സിലാക്കണോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ വഫാത്തായി പോയ സമയത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഗൽഭനായ സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇൽമ കാതു കൊടുത്തിട്ടു. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സരെ ഓടി പോയിട്ട് സ്വന്തം പെഞ്ഞായി ഉമ്മു സലമാനെ വിളിച്ചു ചൊല്ലോടു, ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട നാവിൽ നിന്നിട്ട് ഇണ്ട് പുതിയ ഒരു ഇൽമരെ നാണ് പഠിച്ചു വന്നര, നീനൊന്ന് കാതുകൊടു നന്റെ മുട്ട വന്നതേ. എപ്പെങ്കിലും വാഴ കേട്ടിട്ട് വാഴ കഴിഞ്ഞിട്ട് പോയിട്ട് പെഞ്ഞായിരട്ടി ഇണ്ടൊരു പുതിയൊരു വിഷയം ഖുർആനിലേക്ക് ചൊന്നിട്ടിക്കുക ഞങ്ങൾ പിന്നെ ചൊല്ലോ എന്തിനെ ഇണ്ട് മൈക്കാത്തൊരു ഹോട്ടലിലേക്ക് പോയി മീൻ നോക്കോ നിന്റെ ഒക്കെ കൂട്ടിയ പോട്ടെ അല്ലെങ്കിൽ ഇന്റെ ജാഗ്രതാണ് ടിക്ക തിന്നിടുക നിന്റെ തോൽ അങ്ങനത്തെ ഒരു ടിക്ക തിന്നിട്ടിക്കാല നിന്റെ നാ കൂട്ടിയ പോട്ടെ പണ്ട് വേറെ ഇങ്ങനെ വേണം ചൊന്നിട്ടിക്കോ ഹൊറത്തു ഒരു ഇൽമ കേട്ട വിഷയ ഞങ്ങളുടെ സ്വന്തം പെഞ്ഞായിമാരുടെ ഞങ്ങൾ ഷെയർ ആക്കിട്ടിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമാനെ മുട്ട വെച്ച് ചൊല്ലോടു, ഉമ്മു സലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് ഇന്നാണ് പുതിയ ഒരു ഇൽമ പഠിച്ചത്. എന്തരാ ഇൽമ? അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് കൊണ്ടുണ്ട് ദുനിയാവിൽ എത്ര വലിയ നഷ്ടം വന്നെങ്കിൽ പോലും, ദുനിയാവിൽ എങ്ങനെ മുസീബത്ത് വന്നെങ്കിൽ പോലും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി وأخلف لي خيرا منها اللهم أجرني في مصيبتي وأخلف لي خيرا منها. ഇങ്ങനെ ഒരാള് ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ, ഇങ്ങനെ ഒരാള് ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ അവനുക എന്തരയാണോ നഷ്ടപ്പെട്ടു പോയത് അതിനേക്കാണ് ഹൈറായത് അല്ലാഹു ബദൽ കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണിത് പരിപാടിയെ ചൊല്ലുമ്പോ പെഞ്ഞായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു ചൊന്നു കൊടുക്കുടൂ. ഉമ്മു സലമത് ബൈഹാട്ടാക്കി ബൈക്കട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന ഇൽമല്ല പെണ്ണുങ്ങളെ എന്തര വേണമെങ്കിൽ നഷ്ടമായി പോട്ട്, കുടുംബത്തിൽ ആറ് വേണമെങ്കിൽ മരണപ്പെട്ടു പോട്ട്, ആ സമയത്തിലൊന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, നക്ക് ബന്ദകൻകത്തെ ഈ മുസീബത്തുണ്ടല്ലേ, ഈ ബേജാറുണ്ടല്ലേ പടച്ചവന്, അതൊക്കെ ബദൽ കണക്ക് ആഖിറത്തിൽ പ്രതിഫലം തരണം അല്ലാഹ്. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിരക്കാന ഖൈറ്, ആ നഷ്ടപ്പെട്ടു പോയതിരക്കാണ് ഖൈറായത്, നക്ക് ബദലക തരണം പടച്ചവനായിട്ട് ഒരാളെ ചൊല്ലുടോണ്ട് കണ്ടെങ്കിൽ അവനുക്ക് അല്ലാഹു ഖൈറായതിനെ ബദലക കൊടുക്കുറാണ്ട് നബി തങ്ങളെ പരിപാടിയപ്പ ഉമ്മു സലമ പഠിച്ചു വെയ്ക്കിട്. പക്ഷെ സുബ്ഹാനല്ലാഹ് കൊറിയ നാള് കഴിയുമ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു സഡൻ വഫാത്തായി പോയിത്തേ. ചൊന്നു കൊടുത്ത മാപ്പിള അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി പോകുമ്പോ ഉമ്മു സലമ സഡൻ നെനപ്പായി പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പരിപാടി കൊടുത്ത ദിക്ർ, അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു കൊടുത്ത ദിക്ർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് ചൊല്ലുക മനസ്സില്ല, എന്റെ കാരണം കൊണ്ടുണ്ട അബൂ സലമടക്കാന ഖൈറായ ആള് ഇന്റെ ദുനിയാവിൽ ആറുള്ളാറ് ചൊല്ല ചിന്തയാണ്. കാരണം അബൂ സലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിലും ഒന്നാമത് ഹിജ്റ പോയ കനികത്തെ മഹാനാണ്, മുഹാജിരീങ്ങളിൽപ്പെട്ട ആളാണ്. ആ മുഹാജിരീങ്ങളിൽപ്പെട്ട ആളായത് കൊണ്ടിട്ടു അല്ലാഹുവിന്റെ മുട്ട വലിയ സ്ഥാനമാണ്. പിന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലാണ് അബൂ സലമടക്കാന വലിയ ഖൈറായ ആള് വേറെ ആരുണ്ടോ ചൊല്ല ചിന്ത മനസ്സിലുണ്ടോ? എങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പരിപാടിയെ ചൊല്ല നിലക്ക് ഈ ദിക്ർ ചൊന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ മാപ്പിള മരിച്ചിട്ട് മരൽ തെച്ചിട്ട് ഇദ്ദത്തീനെ സാത്ത് കൊണ്ടല്ലേ ഉമ്മു സലമക്ക് പുതിയ ഒരു പൊതുവുണ്ട്. ലോകത്തെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
അല്ലാഹുവിന്റെ റസൂലാണ് പുതിയാപ്പിള. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നാണ് ചുരുക്കിട്ട് ചൊല്ലോടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലോടു, വേണ്ട നബിയേ, ഈ ഉമ്മു സലമക്ക് 1 2 3 കുറത്തെ ഉണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്, പെണ്ണ് നോക്കിയിട്ട് നിസ്സാരമായ കാരണത്തിൽ വേണ്ട ചൊന്നു പണ്ട് സഹോദരന്മാരുണ്ട്. മങ്ങിലായ പെണ്ണിന്റെ നിസ്സാരമായ കാരണത്തിൽ കഥാ ത്വലാഖ് ചൊല്ലുക ഭർത്താവിടെ ആണുമക്കളുണ്ടോ. തന്റെ ഈമാനുള്ള ബാലകാര, ഈമാനുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, സ്വന്തം പെഞ്ഞായിക മാനസിക രോഗിയായിട്ട് പിറാന്തിയായെങ്കിൽ പോലും ആ പെഞ്ഞായിയുടെ ത്വലാഖ് ചൊല്ലുന്നുണ്ട് ഇസ്ലാം പഠിപ്പാട്ടില്ല. ഇസ്ലാം എന്തിനെ ചൊല്ലുകൊണ്ടുണ്ട? മാനസിക രോഗിയായ ബുദ്ധിയില്ലാത്ത പിറാന്തിയായ പെഞ്ഞായിന്നെങ്കിൽ ആ പെഞ്ഞായിക മീത്ത് കുളി നിർബന്ധമായി പോയി തേണ്ട് കണ്ടെങ്കിൽ ആ പെഞ്ഞായിന്റെ കുളിക്ക് നീയത്ത് വെച്ചിട്ട് മാപ്പിള കുളിപ്പാട്ടി കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്, നിസ്സാരമായ വിഷയത്തിന് വേണ്ടിയിട്ട് അവള് നക്ക് മരിക്കോലയിനെ ഒരു കാലത്തിലും വേണ്ട ചൊല്ലു നിലക്ക് തലാഖ് ചൊല്ലുക തയ്യാറാവിടെ ബാലകാരന്മാരുള്ള കാലഘട്ടല്ലേ. ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ അല്ലാഹുവിന്റെ പേടിയുന്ന മഹാനാണ്. അയാൾ രോഗിയായ പെഞ്ഞായിടെ 5 വർഷം ചാകരി എടുക്കട്. അവത്തെ 10 പോണുക പോലും സാധ്യാവില്ല. പെഞ്ഞായിടെ നോക്കണുക വേറെ ആളില്ല ചൊല്ലെ മട്ടില്. എന്നിട്ട് 5 വർഷം പെഞ്ഞായിടെ ചാകരി എടുത്ത അബൂ ഉസ്മാൻ ചൊല്ലെ മഹാനുണ്ടല്ലേ. അവസാനം 5 വർഷം കഴിഞ്ഞൽ പിന്നെ പെഞ്ഞായി മരണപ്പെട്ടു പോണ്ടു. ആ സമയത്തിൽ അബൂ ഉസ്മാൻ എന്തിനെ ചൊല്ലുടു കൊണ്ടുണ്ട? നാളെ ഞാൻ ആഖിറത്തുക പോയെങ്കിൽ അല്ലാഹുടെ മഹ്ശറത്തിൽ നിന്നെങ്കിൽ അബൂ ഉസ്മാൻ ദുനിയാവിൽ എന്തിനെ നല്ല സ്വലാത്തിടാറ്, ദുനിയാവിൽ എന്തിനെ ഇബാദത്ത് ചെയ്യിടാറ് കേട്ടെങ്കിൽ അല്ലാഹുരൊട്ടിಗೆ ഒന്നാമത് ചൊല്ലണുല്ല എന്തിനെ കൊണ്ടുണ്ട? പടച്ചോടെ തന്റെ രോഗിയായ പെഞ്ഞായിടെ 5 വർഷം നാണ് ചാകരിയെടുത്തര അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ധാരാളം തഹജ്ജുദ് നിസ്കരിച്ചിരാണ്ടല്ല, ഖുർആന്റെ ഒരുപാട് ഖതമ തീർത്തരാണ്ടല്ല ചൊല്ലണ ആഗ്രഹിക്കടേ. തന്റെ പെഞ്ഞായിടെ രോഗിയായ പെഞ്ഞായിക്ക് വേണ്ടിയിട്ട് 5 വർഷം നാണ് ജീവിച്ചിര പടച്ചോണാണ്ട് നക്ക് ചൊല്ലണു കൊണ്ടു. എന്റെ കാരണ അത്ര വലിയ ഇബാദത്താണ് സഹോദര. സ്വന്തം പെഞ്ഞായിടെ ബായികൊരു ഒരു തുത്തു ആഹാരത്തെ എടുത്തിട്ട് ബായികൊന്ന് ഊട്ടി കൊടുക്കടേണ്ട കണ്ടെങ്കിൽ അതൊക്കെ സ്വതക്ക കൊടുത്ത പ്രതിഫലമുണ്ടോട് പരിപാടി നേതാവുടെ അനുയായികളാ. എവിടെങ്കിലും എൻഗേജ്മെന്റ് ആയിട്ട് കായത്ത് അവിടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടെങ്കിൽ എവിടെ ഊട്ടിട്ടിക്കുക. അല്ലെങ്കിൽ ആ ജ്യൂസ് 2 സ്ട്രോ വെച്ചിട്ട് വലിച്ചിട്ട് പോയി ഇങ്ങനെ വീട്ടിലെ കുത്തു. പിന്നെ മങ്ങിലായാലും പിന്നെ അവള് ഉണ്ട്രാല്ല ചൊല്ലി കൊന്തേ അല്ല യാഥാർത്ഥ്യം നാച്ചോളി ഇന്നെ നടക്കുന്ന വിഷയ ദാമ്പത്യ ജീവനത്തിൽ പ്രശ്നമില്ല. അങ്ങനെ ജീഷാൻ ബായി കൊന്തുണ്ട് എത്ര കേസ് അങ്ങൾ തലകുത്തു പിടിച്ചിട്ട് കുഞ്ഞാണ്ടൊക്കെ ഫോൺ ആക്കുമ്പോ സുമാർ ജാവുക അയാൾ ഓഫീസിലെ എന്തെങ്കിലും ഔത്തക്ക് പോകണ്ടില്ലേ? അത്രക്ക് ബിസി. എന്തിന് വിഷയ ചൊമ്മത്തെ ഇങ്ങനത്തെ കേസ്. ദാമ്പത്യ ജീവന ശരിയില്ല. എങ്ങനെ സ്നേഹിച്ചേ ആറും പേരിക്കൊണ്ട് സുബ്ഹാന കായന്താവുന്ന സമയത്തിൽ പരസ്പരമുള്ള പിരിസമയത്ത് നോക്കിയെങ്കിലുണ്ടല്ലോ ആകാശപൂന്നെങ്കിലും ഒരേ കയ്യിലുള്ള അതിൽ താങ്ങി നീക്ക് ഓളുക വേണ്ടിയിട്ടുണ്ട് പേരിക്കും. സുബ്ഹാനല്ലാഹ്, മങ്ങിലായിട്ട് 4 അടുപ്പുകാരിലുള്ള എല്ലാ കലഞ്ഞക്കായിട്ട് പരസ്പരം എറിഞ്ഞു പോകുന്നത്. ആ നിലക്ക് ആകാശത്തെ താങ്ങി നിൽക്കുന്ന ഭർത്തായാലും സ്വഭാവം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാടെ പൊതുകൊണ്ടു കൊത്തുകു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബി തങ്ങളൊട്ടിಗೆ ചൊല്ലോടു, വേണ്ട നബിയേ, എന്റെ കാരണം കൊണ്ടുള്ള നബിയേ, ഒന്നാമത് നക്ക് സുമാർ മക്കളുണ്ട് നബിയേ. പാപ്പയില്ലാത്ത യതീമക്കൊണ്ട് അതല്ല തങ്ങ കുറി ഭംഗവാലേ എന്റെ കെട്ടിയെങ്കിൽ ഈ മക്കളെല്ലാം ഇടങ്ങിയരായി പോവാൻ ആരൊട്ടിക ചൊല്ലി യതീമക്ക കഷ്ടാവും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കട്. അല്ലാഹുവിന്റെ റസൂലാണ് ലോകത്തുക പടിപാട്ടിലെ അനാ വകാഫിലുൽ യതീം ഹകദാ ഫിൽ ജന്ന. സംരക്ഷണ കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ റസൂൽ. സ്വഹാബത്തിനൊക്കെ ചൊല്ലു, സ്വഹാബ യതീമു മക്ക ചൊന്നെങ്കിൽ എന്തിനെ വിചാരിച്ചാറ്? വലത്തെ കൈ തലക്ക് വെയ്ക്കണ്ട, അങ്ങനെ തലമീത്ത് പോയിട്ടെങ്കിലും ഇടത്ത കയ്യിൽ പോയോറു. എന്റെ കാരണം വലത്തെ കൈ ദിന്നയാറെക്കെട് ദിന്ന കുറടി ഇടത്തെ കൈ ഇടത്തെ ഭാഗത്തെ പാർട്ടി എല്ലാം അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന നാണും ഒരു യതീം കിടാവുക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരാള് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഇക്കടാ. അതുകൊണ്ടല്ലേ പല യതീം മക്കളെ ഗുണബന്ധ റസൂലുള്ളാഹി തങ്ങളെ മടിയിൽ വെച്ച് കൊടുത്തത്. മഹദിയായ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹായുടെ മാപ്പല മർച്ചപ്പ ഉമ്മു സുലൈമക്ക് വേറെ രണ്ടാമതൊരു പൊതുമുണ്ടിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുടെ പൊതു ഫിക്സ് ആയപ്പ കുടുംബത്തെ പലരും ചൊന്നാറ് ഉമ്മു സുലൈമ രണ്ടാമത്തെ മാപ്പലരൗത്തുക പോകുമ്പോ ഈ കിടാവിടെ നീനു കൊണപോണുക തീരാ. പൊടി കിടാവോ അനസ് ചൊല്ലെ ചെറിയ കിടാവോ രണ്ടാമത്തെ മാപ്പല മുന്നത്തെ ബാപ്പടെ പോലെ പിരിസാകൊണ്ടേ എന്തുമില്ല. അതുകൊണ്ട് ഈ കിടാവിടെ കൊണ പോണുക തീരാണ്ട് ചൊല്ലുമ്പോ ചില ആളുമാറ് ചൊല്ലാറ് ഉമ്മടെ ഒത്തുല് കൊട്ടുപോണോ. ചിലർ ചൊന്നാറ് ഇല്ല അബൂ ത്വൽഹ നോക്കൂ, അബൂ ത്വൽഹ നോക്കൂ, നീന അബൂ ത്വൽഹയുടെ ഒത്തുക കൂട്ടിയോണ്ട് പോ. പക്ഷെ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ നേരെ കിടാവിടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്തുക വന്നു ചൊല്ലോടു, യാ റസൂലല്ലാഹ്, പാപ്പ ഇല്ലാത്ത കിടാവാണ് നബിയേ, പാപ്പ മരണപ്പെട്ടു പോയ കിടാവാണ് നബിയേ, രണ്ടാമത് മംഗല ഫിക്സായ പെണ്ണാണ് നബിയേ എന്നാണ്. അതുകൊണ്ട് യതീമായ കിടാവിടെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റെടുക്കണു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വയത്തിട്ട് മടിരുന്ന് ഈ പാട്ടര് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ കെപ്പകൊരു മുത്തു കൊടുത്തിട്ടു കിടാവുക വേണ്ടി തുറക്കിട്. ആ കിടാവ് ഏത് കൊത്തുണ്ട ഈമാനുള്ള മുസ്ലിമീങ്ങള് ചരിത്ര പ്രസിദ്ധമായ ധാരാളം ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ 100 കണക്കിലുള്ള ഹദീസ് റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. 10 വർഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് വരേക്കും നിഴൽ പോലെ ജീവിച്ച മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുടെ പോലത്തെ യതീം കിടാവിടെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ റസൂലുട്ടിക ഉമ്മു സലമ ചൊല്ലോടു, നമുക്ക് ഒരുപാട് യതീം മക്കളുണ്ട് നബിയേ. രണ്ടാമത്തെ കാരണം തിരകൊണ്ടുണ്ട് നബിയേ, നമുക്ക് ചൊമ്മ വയസ്സായിട്ട് നബിയേ. 50-60 വർഷത്തോലായത് കലത്തിയല്ലേ നബിയെ, നക്കിനെന്തൊക്കെ മങ്ങില. മൂന്നാമത്തെ കാരണം തിരകൊണ്ടുണ്ട് നബിയേ, നക്ക് സഡൻ അർസ വന്നു പോണ്ട് നബിയേ. ഷോർട്ട് ടെമ്പർ ನಾನು ಅರ್ಸಮೀತ ನಬಿ ತಂಗಲಿಟ್ಟಿಗೆ ಕಾಟಿಯಂಗಲ ನಾನು ಮೀತ ಅಲ್ಲಾಹുവിന്റെ റസൂൽ നന്റെ മാപ്പിലായിട്ട് കിട്ടിയിട്ടാമത്തുക ആർസമീത്ത് സഡൻ നബി തങ്ങളുടെ കാട്ടി പോയെങ്കിൽ എന്റെ ആഖിറ നഷ്ടമായി പോവാലെ. അതുകൊണ്ട് വേണ്ട നബിയെ, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കണം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിക്കണം. നോക്കൂ, നങ്ങമീത്ത് പെണ്ണുക്ക് മാപ്പിള പെഞ്ഞായി ചൊല്ലുമ്പത്തേക്കിന്റെ പലപ്പോഴും അങ്ങനെ കൊണ്ടുണ്ട് യജമാനവും ഒരു അടിമത്തിന് അങ്ങനെ മാപ്പിള യജമാന പെഞ്ഞായി ഒരു അടിമത്തിന് പോലെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പെഞ്ഞായിമാർ റസൂലുള്ളാഹി തങ്ങളുടെ അർസ കാട്ടിയതുണ്ടോ ആ സമയത്ത് പുഞ്ചിരിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ഉമ്മരട്ടി അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുണ്ട്, ആയിഷു നിക്ക് നന്റെ അർസബന്റെ പണക്ക് കൊത്തവിടെ ആയിഷു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയെ പേടി പാട്ടില്ല അർസ കാട്ടല്ലേ അപ്പടി ഇപ്പൊ വിളിപ്പാട്ടല്ലേ തലാക്ക് ചൊല്ലേണ്ടല്ലോ ചൊന്നേ. ആയിഷു നിക്ക് നന്റെ അർസ പറമ്പത്ത് കഥനക്ക് കൊന്തവിടെ. ആയിഷ ഉമ്മ സന്തോലത്തിലേക്ക് അതിങ്ങനെ കൊന്തവിടെ കർസബത്ത് ഞങ്ങ കൊന്തവണ ಗೊಂತವಡ ಅಡ್ಪಗಾರದಲ್ಲಿ ಜೋರು ಪಡಬಡಗೆ ಗಡಪ್ಪ ಗೊಂತವಡ ಐಸಮ್ಮ ಕರ್ಸ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ആയിഷു നിക്ക് അർസ ബന്ധിട്ട് നക്ക് ഗൊന്തവിടെ എങ്ങനെ ഗൊന്തുണ്ട. എന്തെങ്കിലും ഒരു പലക ചൊല്ലുമ്പോ നീ ചൊല്ലെ സാധാരണ ലാ റബ്ബി മുഹമ്മദ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച അല്ലാഹുടെയാണ് സത്യം. നീ സാധാരണ ചൊല്ലെ. പക്ഷെ നന്റെട്ടിക്ക് സമാധാനത്തിൽ ഇല്ലാത്തപ്പോ നീ ചൊല്ലെ എങ്ങനെ ഗൊന്തുണ്ട. ലാ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പടച്ച അല്ലാഹുടെ തന്നെയാണ് സത്യം നീ ചൊല്ലെ. അപ്പ ആയിഷ ബി സഡൻ ചിരിച്ചിട്ട് ചൊല്ലു, നബിയെ വിഷയൊക്കെ. പക്ഷെ ഞാൻ ആ പേരൊട്ടിക മാത്രം അർസ കാട്ടേ, അല്ലാഹുവിന്റെ റസൂലിട്ടിക്ക് ഞാൻ അർസ കാട്ടില്ല. നബി തങ്ങളെ പേരിട്ടിക്ക് മാത്രം അർസ കാട്ടില്ല. അങ്ങനെ അർസ വന്നപ്പ എന്റെ മാപ്പിലല്ലേ എന്നൊക്കെ അർസ കാട്ടുക സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. ആ പേരൊട്ടിക്ക് മാത്രം ഹബീബായ റസൂലുള്ളാഹി തങ്ങളൊട്ടിക്ക് അല്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഒട്ടിക്ക് ചൊല്ലോടു, ഉമ്മു സലമ യതീം മക്കളുണ്ടോ ചൊല്ല തടസ്സാണെങ്കിൽ ആ മക്കളെ ഏറ്റെടുക്കരുത് അല്ലാഹുവാണ്. യാറെ വയസ്സൈത്ത് ചൊല്ലിയത് പിന്നൊരു കാരണാണെങ്കിൽ
പണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കെട്ടുമ്പത്തുകല്ലേ എന്നാണ് ബാലകാര ഇന്ന നാണും വയസ്സായാണല്ലോ ഉമ്മു സലമ അതുകൊണ്ട് അത് തടസ്സല്ല മൂന്നാമത് സഡൻ എന്നൊക്കെ അർസബണ്ട് നബിയേ എന്റെ ഉമ്മു സലമ നിങ്ങൾ ചൊന്നുള്ളേ എങ്കിൽ അല്ലാഹു ഒരൊട്ടിക നാണ് തുറന്നിട്ട് നിങ്ങളെ ആ സ്വഭാവത്തെ ബദലാക്കി തരണു അല്ലാഹുട്ടിക നാണ് തുറക്കട ഉമ്മു സലമ പെങ്കിലും അങ്ങനെ പെഞ്ഞയും മറു തുറന്നിരിക്കുമ്പ അവൾ അർസ കാട്ടിയപ്പമ്മ അവൾ എന്തെങ്കിലും അങ്ങനെ പെണുങ്ങിയപ്പമ്മ വേണ്ടാത്ത സ്വഭാവത്തിൽ പെരുമാറിയപ്പമ്മ നിന്റെ പെഞ്ഞായി ആഫിയത്ത് കൊടുക്കും സ്വഭാവത്തെ നല്ല നല്ല ബുദ്ധിശക്തിയെ കൊടു അല്ലാഹു നിന്റെ ഒട്ടികൊല്ല തഖ്വത്തെ അവൾക്ക് കൊടു മാപ്പിളക്ക് അനുസരിക്കൊണ്ടുകൊല്ല തൗഫീഖ് കൊടു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ബർക്കത്തിനെ താണ്ടി ഞങ്ങൾ കേട്ടിരിക്കുവാമ്മ ഞങ്ങൾ പേരും ചൊല്ലു നീ ചത്തുപോ നീ അല്ലാഹ് സ്വന്തം മാപ്പിള വെഞ്ഞായിക്ക് ചൊല്ലിയ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പടിപാടിയത് സ്വഭാവ ദൂഷ്യത ഉള്ള ഒരു പെണ്ണ് സ്വന്തം മാപ്പിളരൊട്ടിಗೆ നന്ദികേട് കാട്ടുമ്പത്തുകൂ ധിക്കാരത്തെ ധിക്കാര സ്വഭാവത്തിൽ പെരുമാറുമ്പത്തുകൂ ആ പെണ്ണുക്ക് വേണ്ടി ദുവറക്കൊണ്ട് പടിപാട്ടി നേതാവാന നബി മുഹമ്മദ് മുസ്തഫ ഇവർ ബദലാവണ കൊണ്ടുവന്നെങ്കിൽ എത്ര ദാമ്പത്യ ജീവന നല്ല നിലക്ക് മുന്നോട്ട് പോകും എത്ര ദാമ്പത്യ ജീവന സ്വന്തം പെഞ്ഞായിരൊട്ടി കൊല്ല കടമയുടെ നിറവേറ്റാണ്ട് എത്ര വലിയ വലിയായെങ്കിലും അല്ലാഹ് ഇബാദത്തിൽ സ്വീകരിക്കാനാണ് വലിയ ആലിമാൻ പക്ഷേ പെഞ്ഞായിക്ക് ഔണ്ടൊട്ടിക്ക് കിട്ടണേ എനിക്ക് പരിഗണന കിട്ടില്ല അല്ലാഹു കൊണ്ട് ഇബാദത്ത് വേണ്ട ബഹുമാനപ്പെട്ട സ്വഹാബത്താണ് അത് പടിപാറ്റിയത് അല്ലാഹുവിന്റെ റസൂൽ അതിനെ സമ്മാനിച്ചു ഈ തലാഖ് നിങ്ങൾ നോക്കുവാറുണ്ട് ധാരാളം വർദ്ധിക്കിടക്കാൻ എനിക്ക് വിഷയ തലാഖ് അവസാനം എത്ര ത്രിവളി തലാഖ് ബാനായി 2000 നോട്ട് ബാനായി എനിക്ക് ത്രിവളി തലാഖ് ബാനായി എന്ത് ബാനാക്കാണ്ട് നിവൃത്തിയില്ല ഞങ്ങൾക്കതിൽ ബേജാറുണ്ട് കാരണം ഇസ്ലാമിന്റെ ശരീഅത്തിൽ ആരും ഹസ്തക്ഷേപാക്കണു തീര ശരീഅത്ത് ഒരാൾ പന്താരുടെ കുപ്പിക്ക് പിന്നെ പന്താരുടെ കിടാവ് എടുക്കുന്ന ഭാര്യ തിന്നിട്ട് ചൊന്നിട്ടു അതൊക്കെ ഉപ്പുകൊണ്ട് പേരെഴുതിയത് കൊണ്ടിട്ട് അതെന്ത് ഉപ്പാവില്ല എടുത്ത് തിന്നെങ്കിൽ സാമണത് പന്താരമേ അതുകൊണ്ട് ത്രിവളി ത്വലാഖ് ബാനായെങ്കിലും ഒരു പക്ഷെ ഒരാൾ ത്വലാഖ് ചൊന്നെങ്കിൽ അങ്ങനെ ദാമ്പത്യ ജീവന ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരം മുറിഞ്ഞു പോണ്ടു പക്ഷെ ചൊല്ലണക്ക് തീർവാ വേണ്ടി അതാണ് വിഷയം കാനൂന്റെ പേടിച്ചിട്ട് ചില ആൾമാർ ചൊല്ലാണ്ട് തെച്ചാൽ പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി ത്വലാഖ് അല്ലാഹുവിനെ ഏറ്റവും വെറുപ്പുള്ള കനിക്കത്തെ ഒരു ഹലാലായ സംഗതി എന്തിനെ കൊണ്ടുണ്ട് മുസ്ലിമേ ഒരാളും പെണ്ണിടെ ദാമ്പത്യ ജീവന ബ്രേക്കാവിടെ കനിക്കത്തെ ത്വലാഖ് ചൊല്ലിയ പദത്തെ ജീവിതത്തിൽ ഉപയോഗിക്കലാണ് അല്ലാഹുവിനെ ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് ആ ത്വലാഖിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം ചൊല്ലോടു ത്വലാഖ് ചൊല്ലൽ കറാഹത്താൻ ത്വലാഖ് ചിലപ്പോ ചൊല്ലകു സുന്നത്താവുന്നു ത്വലാഖ് ചൊല്ലൽ സുന്നത്ത് ചൊല്ലിയ കൂലി കിട്ടത് എപ്പോ കൊണ്ടുണ്ട അത് ഇസ്ലാമിന്റെ ശരീഅത്ത് ചൊല്ലേ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ ചൊല്ലേ പെഞ്ഞായിരൊട്ടികളുടെ കടപ്പാട് നിറവേറ്റി കൊടുക്കണകാവില്ല ഓണക്ക് നെയ്ക്കോ തീരില്ല ഓണ് രോഗി പെഞ്ഞായിക്ക് നെയ്ച്ചു കൊടുക്കണകാവില്ല അപ്പൊ ആ പെഞ്ഞായിയുടെ ജീവന സംകഷ്ടത്തിലാവണക്ക് തീരാ നീക്ക് ത്വലാഖ് ചൊല്ലകു സുന്നത്തുണ്ടു എന്നൊക്കെ ന്യായ കൊടുക്കണക്ക് വേണ്ടിയിട്ടാണ് പെഞ്ഞായിരൊട്ടികളുടെ കടമ നിറവേറ്റുകാവാത്ത ഒരു മാപ്പിലെ ത്വലാഖ് ചൊല്ലൽ അവനക്ക് സുന്നത്തുണ്ടു രണ്ടാമത് സുന്നത്തുള്ള സന്ദർഭം ഇപ്പൊ കൊണ്ടുണ്ട് ആ പെഞ്ഞായി എങ്ങനെ ഉപദേശിച്ചിട്ടും ശരിയാവാണ്ട് വ്യഭിചാരം പോലത്തെ മാർഗത്തിൽ മുൻവരില്ലെങ്കിൽ ഔടം ചൊല്ലു വ്യഭിചാര ചൊല്ല കനികത്തെ മോശമായ പ്രവർത്തനത്തിൽ മുൻവരിട്ട് പെഞ്ഞായിയുടെ മീത്ത് നീ ത്വലാഖ് ചൊന്നെങ്കിൽ ഔലൊട്ടിക്ക് അങ്ങനത്തെ സ്വഭാവം പിന്നെ യാറാവുണ്ട് കണ്ടെങ്കിൽ ഔടം ത്വലാഖ് ചൊല്ലണക്ക് തീരാ പരിശുദ്ധ ഇസ്ലാം പെഞ്ഞായി വ്യഭിചരിച്ചവളുണ്ട് ഗൊന്തായെങ്കിൽ പോലും ആ പെഞ്ഞായിക്ക് കൊടുക്കണകുല്ല ചെലവ് നിപ്പാട്ടണകുല്ല റേറ്റ് പരിശുദ്ധ ഇസ്ലാം ഒരാണുക്ക് കൊടുക്കില്ല എന്തോ ഒരു സമ്പ്രദായ പെണ്ണുകന അന്യായക്കിടെ അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ല ചൊല്ല എവിടമില്ല മൂന്നാമത് ത്വലാഖ് ചൊല്ലൽ സുന്നത്തെ പകൊത്തുണ്ട ഒരു പെണ്ണ് ആ പെണ്ണിടെ ത്വലാഖ് ചൊല്ലുക വേണ്ടിയിട്ട് ഈ മാപ്പിളുടെ അബ്ബാവും അമ്മീത്ത് ചൊന്നെങ്കിൽ നിന്റെ പെഞ്ഞായിര നീ ത്വലാഖ് ചൊന്നെങ്കിൽ ത്വലാഖ് ചൊല്ലു സുന്നത്തുണ്ട് ഔടം ചൊല്ലു ആ മർമോലൊട്ടിക വൈരാഗ്യ ഇന്നതിന്റെ പേരിൽ അബ്ബ ചൊന്നെങ്കിൽ ത്വലാഖ് ചൊല്ലുക തീരാ ശരീഅത്തിലെ സ്പഷ്ടമായ കാരണം ഇന്നെങ്കിൽ മാത്രമേ
പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കൽ അള്ളാഹു പൊരുത്തപ്പെട്ട കനിക്കത്തെ കാരണം ഇല്ലെങ്കിൽ മാത്രമേ പെണ്ണിടെ ത്വലാഖ് ചൊല്ലാൻ. അബ്ബ ചൊന്നെങ്കിൽ ഉമ്മ ചൊന്നെങ്കിൽ ത്വലാഖ് ചൊല്ലാം. അല്ലെങ്കിൽ ഏ കാരണത്തിനും അബ്ബ ചൊന്നെങ്കിലും ഉമ്മ ചൊന്നെങ്കിലും ത്വലാഖ് ചൊല്ലുക പാടില്ല. ഇസ്ലാമിന്റെ പെർമിഷൻ അതൊക്കെയില്ല. ഞാനിത് സാന്ദർഭികമായിട്ട് ചൊന്നെങ്കിൽ ആധുനിക ജഗത്തും മുസ്ലിമീങ്ങൾ ചൊല്ലുമ്പോ ഞങ്ങൾ കൗടുംബികമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടുള്ള ഇതുപോലത്തെ നിസ്സാരമായ വിഷയത്തിൽ ചില ആൾമാരുടെ അർസത്തെ ഫോഴ്സുകൊള്ള നാണിന്റെ 3 തലാഖും ചൊന്നാൻ പിന്നെ പോയിട്ട് ബുൾപുട്ടിടാവില്ല ബുൾപ്പ് കാണുക വാട്ടോസ്താരൊട്ടിക്ക് പോയിട്ട് ഉസ്താദ് പിന്നെ തലാഖ് ചൊന്നര വേണുണ്ട് ചൊന്നര അർസത്തെ മോത്തക്ക് ചൊന്നുപോയി അർസത്തെ മോത്തക്ക് ചൊന്നുപോയി തലാഖ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു പ്രശ്നം ആറ് ബുദ്ധിനെ ഉണ കേൾക്കുവാണ്. ഈ തലാഖ് ചൊല്ലത് പിന്നെ പെഞ്ഞായിരട്ടിക്ക് ഭയങ്കര മഹബത്ത് പിരിസ യാറായിട്ടാ പോലെ കൈ പിടിച്ചിട്ട് നിന്റെ 3 തലാഖും ചൊന്നേണ്ട ആരെങ്കിലും ചൊന്നിട്ടിരിക്കുകയാണ്. ഇത് ബാൻഡാണ്ടായ അർസബന്ധപ്പമേ ചൊല്ല വിഷയല്ലേ. പിന്നർക്ക് അതിനെ ബദലെ ഞാൻ അർസത്തെ പോർസിൽ ചൊന്നുപോയി. അത് വേണ്ട, ഈ ബന്ധത്തെ മുരിക്കൊണ്ടോ ചൊല്ല ഉദ്ദേശം മനസ്സൊക്കെ ബന്ധപ്പമേ ചൊല്ലത്. അതുകൊണ്ടുകൂടി ഈ ത്വലാഖ് ചൊല്ലത് ഈ ത്വലാഖ് ചൊല്ലതിനെ പ്രത്യേകമായിട്ട് അർസത്തെ സന്ദർഭത്തിൽ ഞാൻ ചൊന്നിരേണ്ട ചൊല്ലുകയോ ഇല്ല. എന്റെ പിരിസപ്പെട്ട ഈമാനുള്ള മുസ്ലിമീങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ശരീഅത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനത്തെ കണ്ടു പഠിക്കണോ.